എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള 3 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. പൊട്ടറ്റോ എല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പൊട്ടറ്റോ കട്ട് ചെയ്ത ഉടനെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതിന്റെ കളറൊക്കെ മാറിപ്പോവും. ചെറിയ പീസുകളായിട്ട് ഈ വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കട്ടെ. അതിനുശേഷം 2-3 തവണയൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നുമില്ല, വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 10 ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത്, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 3/4 ടേബിൾ സ്പൂൺ, 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ചിരകിയ തേങ്ങ 1 കപ്പ്, കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഞെരടി കുഴയ്ക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം. ഒരുപാട് നേരം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കളർ മാറിപ്പോവും. തോരൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു കടായി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് ടേസ്റ്റ്, വേറെ ഓയിലൊന്നും ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് 4 ചെറിയ ഉള്ളി വട്ടത്തിൽ കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. 1 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഇതിനകത്തുള്ള വെള്ളം കൊണ്ട് തന്നെയാണ് ഇത് വേവുന്നത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുക. വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 8 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങിന് അധികം വേവൊന്നുമില്ല. 8-10 മിനിറ്റും കൊണ്ട് നമുക്കിത് വെന്ത് കിട്ടും. ഇനി ഇത് വെന്തോന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ മുറിഞ്ഞ് വരുന്നുണ്ട്. അതേസമയം കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുഴഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല. ഇതുപോലെ തന്നെ ഇങ്ങനെ നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. ഇനി 1 മിനിറ്റും കൂടെ തുറന്ന് വെച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതൊന്നുകൂടി ഒന്ന് ഡ്രൈ ആക്കിയിട്ടാണ്. അടച്ചു വെക്കേണ്ട, തുറന്ന് തന്നെ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഇതിവിടെ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടച്ചു വെക്കേണ്ട. അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ആവിവെള്ളം വീഴാൻ സാധ്യതയുണ്ട്. തുറന്ന് തന്നെ കുറച്ച് നേരം വയ്ക്കാം. അന്നേരം ഒന്നും കൂടി ഒന്ന് നല്ല ഡ്രൈ ആയിട്ട് വരും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു തോരനാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.